ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന പടത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് മമ്മൂട്ടി മേജർ റോളിലെത്തുന്ന ഗൗതം വാസുദേവ മേനോൻ അവൻ ഡയറക്ഷൻ ചെയ്ത പടം വളരെയധികം പ്രതീക്ഷയോടുകൂടി ഹൈപ്പോടുകൂടി വന്ന ഒരു സിനിമയാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ ആയിട്ടാണ് പടം വന്നത്. അതായത് 3 ജനുവരി 2025 പടം റിലീസായത്. ഇതുവരെ OTT ഒന്നും റിലീസായിട്ടില്ല. അത് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അറിയുന്ന പക്ഷം നമ്മളിവിടെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഈ പടത്തിന്റെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഡ് ആക്ടേഴ്സ് മമ്മൂട്ടി ഡൊമിനിക് ആയിട്ട് വരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ട് വരുന്നു. ലീഡ് ആക്ട്രസ് ലെന, സുഷ്മിത ഭട്ട് തുടങ്ങിയവരൊക്കെയാണ്. സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഗോകുൽ സുരേഷ്, വിജി വെങ്കടേഷ്, സിദ്ദിഖ്, വിനീത്, പിന്നെ വിജയ് ബാബു, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്നിവരൊക്കെ പടത്തിൽ വന്നിട്ടുണ്ട്. ഡയറക്ടർ ഗൗതം വാസുദേവ മേനോനാണ്. പ്രൊഡ്യൂസർ നമുക്കറിയാം മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. കൂടുതൽ അതിന്റെ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൽവിൻ ആന്റണി ആൻഡ് പ്രൊഡക്ഷൻ കമ്പനി മമ്മൂട്ടി കമ്പനി. അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ്, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു വരാം. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു 9 കോടിയാണ്. അതായത് കോർ മൂവി മേക്കിംഗ് ആസ് പെർ വേരിഫൈഡ് സോഴ്സസ് 9 കോടിയാണ് വന്നിട്ടുള്ളത്. റെമ്യൂണറേഷൻ ഓഫ് മമ്മൂട്ടി, അതിപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ ഇംഗ്ലീഷിന്റെ പ്രശ്നമായിരിക്കാം. റെമ്യൂണറേഷൻ ഓഫ് മമ്മൂട്ടി ഒരു 2 മുതൽ 2.5 കോടിയാണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എസ്റ്റിമേഷൻസ് ആണ്. ഡയറക്ടറിന് 1 കോടി എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറിന് ഒരു 25 ലക്ഷവും, റൈറ്ററിന് ഒരു 15 ലക്ഷവും, ലൊക്കേഷൻ ആൻഡ് സെറ്റ്സിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് 1,20,00,000. അത് കോസ്റ്റ്യൂംസ് ആൻഡ് ആർട്ട് ഒരു 40 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എസ്റ്റിമേഷൻസ് ആണ് കേട്ടോ. അതേപോലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ക്യാമറ, ലൈറ്റിംഗ്, എക്യുപ്മെന്റ്സ് എല്ലാം കൂടിയിട്ട് ഒരു 80 ലക്ഷവും, പോസ്റ്റ് പ്രൊഡക്ഷൻ, എഡിറ്റിംഗും, സൗണ്ട്, VFX എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഒരു 70 ലക്ഷവും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എസ്റ്റിമേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ കമ്പനി ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ലാത്തത് കൊണ്ടും നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റിമേഷൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ടോട്ടൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് അതിനകത്ത് 1 കോടി വന്നിട്ടുണ്ട്. ട്രെയിലർ പ്രൊഡക്ഷൻ ഒരു 10 ലക്ഷം, പോസ്റ്റേഴ്സ് ആൻഡ് സ്റ്റാൻഡീസ് ഒരു 60,000, പ്രസ് മീറ്റ്സ് ആൻഡ് മീഡിയ ഒരു 80,000, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു 35 ലക്ഷം, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻ ഒരു 10 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PR ആക്ടിവിറ്റീസ് ഒരു 20 ലക്ഷവും, മിസ്ലേനിയസ് ആയിട്ട് നമുക്കൊരു 11 ലക്ഷവും കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 ജനുവരി 2025 പടം റിലീസ് ആയത്. നമ്പർ ഓഫ് സ്ക്രീൻസ് ഒരു 500 സ്ക്രീൻസ് ഇന്ത്യയിലും 100 സ്ക്രീൻസ് ഓവർസീസും ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ വേഫയേഴ്സ് ഫിലിംസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് കളക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിൽ ഒരു 10 കോടി 60 ലക്ഷം ഇത് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓവർസീസ് ഒരു 9 കോടിയും, അതേപോലെ വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19.6 കോടിയും കളക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. OTT സാറ്റലൈറ്റ്സ് ആമസോൺ പ്രൈമാണ് എടുത്തിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഒരു 4 കോടിയൊക്കെ പോകും എന്ന് വിചാരിക്കാം. അതൊരു എസ്റ്റിമേറ്റ് ആണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലോ ഇതിനെ കുറിച്ചിട്ടൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. സാറ്റലൈറ്റ് ഏഷ്യാനെറ്റിലാണ് വരാൻ സാധ്യത. ഏഷ്യാനെറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ പടത്തിന് ഒരു 2 കോടിയോളം സാറ്റലൈറ്റ് കിട്ടും. ഓഡിയോ മ്യൂസിക് റൈറ്റ്സ് സരിഗമ, HMV അവർ ഒരു 25 ലക്ഷം ആണ് മ്യൂസിക് റൈറ്റ്സ് പോയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഇൻകം വന്നിട്ടുള്ളത് 24 കോടി 40 ലക്ഷം എന്ന് നമുക്ക് പറയാം. OTT റൈറ്റ്സ് അതിനകത്ത് സ്പ്ലിറ്റപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സ് ഓഫീസ് പ്രൊഡ്യൂസർ ഷെയർ 5.8 crores, OTT റൈറ്റ്സ് ഒരു 5 crores വയ്ക്കാം, സാറ്റലൈറ്റ് റൈറ്റ്സ് 2.7 crores, ഓഡിയോ ആൻഡ് മ്യൂസിക് റൈറ്റ്സ് 25 lakhs. ടോട്ടൽ ഇൻകം അതിനകത്ത് തോന്നിട്ടുള്ളത് 13 കോടി 75 ലക്ഷം. ടോട്ടൽ എക്സ്പെൻസസ് 10 കോടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പ്രൊഡക്ഷൻ കോസ്റ്റ് അത് ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് പിന്നെ നമ്മൾ പറയാത്ത ഒരു ടാക്സ്, GST ഇൻപുട്സ് ഒക്കെ ഈ ഒരു എമൗണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35 lakhs. ഡിസ്ട്രിബ്യൂഷൻ മ്യൂസിക് ഒരു 3 ലക്ഷവും, മാർക്കറ്റിംഗ് കോസ്റ്റ് 1 കോടിയും, തിയേറ്റർ ഷെയറും എല്ലാം അതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ടോട്ടൽ ബഡ്ജറ്റ് അപ്പോൾ വന്നത് 10 കോടിയും, വേൾഡ് വൈഡ് 19 കോടി 60 ലക്ഷവും എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് അപ്പോൾ സാറ്റലൈറ്റ് റൈറ്റ്സ് 2.7 lakhsഉം 2.2 crores 7 lakhsഉം, ഓഡിയോ മ്യൂസിക് 25 lakhs ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രോഫിറ്റിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ക് പ്രകാരം കുറച്ച് എസ്റ്റിമേറ്റ്സും റിയൽ ഫിഗേഴ്സും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കോടി 75 ലക്ഷം ഇതിനകത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ബാക്കി
എനിക്ക് നമ്മൾ കുറച്ച് എസ്റ്റിമേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് ചെറിയൊരു ഡിസ്കഷനൊക്കെ ആകാം. ഓക്കെ, നമ്മൾക്ക് കിട്ടാവുന്ന റിസോഴ്സസും എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഒരു 3 കോടി പ്രോഫിറ്റിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മമ്മൂട്ടി കമ്പനിക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അവർ പുതിയ പടങ്ങളുമായിട്ട് വരട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക് മമ്മൂട്ടി കമ്പനി. ഓക്കെ, ബൈ ബൈ.